റൈറ്റ്. അപ്പോൾ നമുക്ക് സെമി ഫൈനലിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കടമ്പകളുണ്ട് എന്നുള്ളതാണ്. വെറും ജയം മാത്രം പോരാ എന്നുള്ളത് ഇന്നലെ നടന്ന വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരത്തിൽ പ്രകടമായിട്ടുണ്ട്. അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ നെറ്റ് റൺ റേറ്റ് ഹൈ ആയിട്ട് പെട്ടെന്ന് മാറി. +5 അവരുടെ നെറ്റ് റൺ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണം തന്നെ. +5 പോയിൻറ്റ് സംതിങ് ആണ്. അതിന് താഴെ വരുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക്, നമ്മുടെ ഗ്രൂപ്പിലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് +3 ഉള്ളത്. ഇന്ത്യക്ക് -3 ആണ്. നമുക്കും താഴെയാണ് -5 നമ്മുടെ സിംബാബ്വെ ഉള്ളത്. അപ്പോൾ സിംബാബ്വെന് ഓക്കെ പോട്ടെ. നമുക്കിതിൽ ചാൻസ് ഉള്ളത് വെസ്റ്റ് ഇൻഡീസിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, അതേപോലെ സൗത്ത് ആഫ്രിക്കനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മളിത് ആര് പോയിട്ട് ആര് വരുമോ എന്നുള്ളതാണ്. ഇനി നമുക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കാര്യം നമ്മുടെ ഇനി കയ്യിലല്ല. ഇനി നമുക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെ എന്തായാലും തോൽപ്പിക്കുക. പറ്റാവുന്നത് ഏറ്റവും നല്ല മാർജിനിൽ തന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അതേപോലെ നമ്മൾ സിംബാബ്വെനെ തോൽപ്പിക്കുക, സിംബാബ്വെനെ ഏറ്റവും നല്ല മാർജിനിൽ തോൽപ്പിക്കുക. അത് നമുക്ക് പറ്റുന്ന കേസാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഫസ്റ്റ് ബാറ്റിംഗ് ഒക്കെ എടുത്തിട്ട് തന്നെ അടിച്ച് പൊളിക്കുക കിട്ടുവാണെന്നുണ്ടെങ്കിൽ. ഇത് പോരാത്തതിന് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുക, സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുക. ഇത് മാറിയും പറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പോഴും നിലവിൽ നമുക്ക് ചാൻസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതിനൊരിക്കലും 2020 തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ഇന്ന് IPL നിറഞ്ഞു നിൽക്കുന്ന ടീമുകളിൽ ഒന്ന് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആൾക്കാരാണ്. പിന്നെ വെസ്റ്റ് ഇൻഡീസ് 2 T20 വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺസ് അവരുടെ കരുത്താണ്, അവരുടെ സ്ഥിരതയില്ലായ്മയാണ്, കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്, പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള പ്രയാസങ്ങളാണ്. അവർക്ക് വൺ ഡേയിൽ അവരെ കുറച്ച് അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ 2020 അവരെങ്ങനെ കളിച്ചാലും 10 വിക്കറ്റ് പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അടിക്കുന്നവന്മാരെല്ലാവരും കാരിരുമ്പിൻ്റെ പവറുള്ളവന്മാരായതുകൊണ്ടും റിച്ചാർഡ്സൻ്റെ നാട്ടുകാരായതും ഗെയിലിൻ്റെയൊക്കെ നാട്ടുകാരായതുകൊണ്ടൊക്കെ തന്നെ അവർ 10 ബാറ്റ്സ്മാൻമാരും 6 അടിച്ചിരിക്കും. എങ്ങനെ പോയാലും 100 റൺസ് എടുക്കാനുള്ള ഒരു പരിപാടി അവരുടെ കയ്യിലുണ്ട്. 60-70 റൺസ് എടുക്കാനുള്ള, ഏറ്റവും ചുരുങ്ങിയതെടുക്കാനുള്ള ഹിറ്റിംഗ് കപ്പാസിറ്റി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ അവർ പാർട്ണർഷിപ്പ് അവർ വന്നിരിക്കുന്നതൊക്കെ എല്ലാം ഭ്രാന്ത് പിടിച്ചവന്മാരടിച്ച് സിംബാബ്വെനെയൊക്കെ കിട്ടിയ വഴിക്ക് അടിച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായിരിക്കും. അവർക്കൊരു കോർഡിനേഷൻ, ഒരു ഐക്യവും കൂടി വന്നു കഴിഞ്ഞാൽ പണിയാണ്. പണ്ട് ഐക്യമില്ലാത്ത സമയത്ത് സമീനെ ക്യാപ്റ്റനായിട്ട് കൊണ്ടു. സമീക്ക് പ്രത്യേകതയുള്ള ക്യാപ്റ്റനാണ്. സമീ ഒരു എല്ലാവരും ആയാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ക്യാപ്റ്റനാണ്. അന്നൊരു ആ ടീമിന് ഒരു ഐക്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ഐക്യം വരുമ്പോൾ അവർ കയറും. അവരുടെ ഒരു ഐക്യത്തെ കോർഡിനേറ്റ് ചെയ്താൽ മതി. 2020 അവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ചലഞ്ചസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ബൈ ബൈ.